അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ പ്രിയമുള്ളവരെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമായി നിൽക്കുന്ന ഒരു ചർച്ച സൂംബ ഡാൻസിനെ കുറിച്ചിട്ടാണ്. ഓരോ സ്കൂളുകളിലും ഈ സൂംബ ഡാൻസ് കൊണ്ടുവരണമെന്നും അത് നടത്തണമെന്നും അതിന് അധ്യാപകരെ നിയമിക്കണമെന്നും പ്രത്യേക പ്രാക്ടീസ് കുട്ടികൾക്ക് കൊടുക്കണമെന്നുമായിരുന്നു ഈ ഒരു നിയമം എന്ന് പറയുന്നത്. അപ്പോൾ പല ആളുകളും അതിനെ എതിർത്തിട്ടുണ്ട്, പല ആളുകൾ അതിനെ അംഗീകരിക്കുന്നുണ്ട്. ഇതിനാദ്യമായിട്ട് എതിർത്തത് അഷ്റഫ് എന്ന് പറയുന്ന മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഒരു അധ്യാപകൻ തന്നെയാണ് ഇതിനാദ്യമായിട്ട് എതിർത്തത്. നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിൽ തൻ്റെ മക്കളെ ഞാൻ ഇതിലേക്ക് വിടില്ല എന്നും അതുപോലെ തന്നെ അതിനെതിരെ എന്തു തന്നെ വന്നാലും ഞാൻ നേരിടുമെന്നും എനിക്കതൊരു പ്രശ്നമല്ല, അല്പം വസ്ത്രം ധരിച്ചിട്ട് ഞാനിത് എൻ്റെ മക്കളെ ഇതിലേക്ക് വിടില്ല എന്നുമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടായത്. അത് സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യുകയും ഇത് താലിബാനിസമാണ്, ഇത് വളരെയധികം മോശമാണ് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും രംഗത്ത് വരികയുണ്ടായി. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യമാണ്, മതേതരത്വ രാജ്യമാണ്. തൻ്റെ മതത്തിനനുസരിച്ചുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യ. ഈ ഇന്ത്യയിൽ നമുക്ക് നമ്മുടെ മതത്തിൻ്റെ ആശയാദർശങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. നമുക്ക് പറ്റുന്നത് എടുക്കാനും പറ്റാത്തത് ഒഴിവാക്കാനുമുള്ള അവകാശമുണ്ട്. പിന്നെ പല പണ്ഡിതന്മാരും ഇതിനെതിരെ പറഞ്ഞവരും നമ്മളൊന്ന് മനസ്സിലാക്കണം, പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതത്തിൻ്റെ നിയമത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആളുകളോടാണ് പറയുന്നത്. അല്ലാത്തവർ വെറുതെ കടന്നിട്ട് കുരക്കേണ്ട ആവശ്യമില്ല, ഒന്നും പറയേണ്ട ആവശ്യമില്ല. മതനിയമം പറയുന്നു, അത് പണ്ഡിതന്മാർ പറയും. അത് പറയുന്നത് അത് അംഗീകരിക്കുന്ന വിശ്വാസികളായ സത്യവിശ്വാസികളായ ആളുകളോടാണ്. അല്ലാത്തവരെന്തിനാ വെറുതെ കടന്നിട്ട് ഇടങ്ങാറാകുന്നത്? നിങ്ങളെന്തിനാ പലതും പറയുന്നത്? അംഗീകരിക്കുന്നവർ അംഗീകരിക്കട്ടെ, അല്ലാത്തവർക്ക് തള്ളിക്കളയാലോ. പരിശുദ്ധമായ മതം തന്നെ പറയുന്നത് അങ്ങനെയാണ്. ദീനെ അംഗീകരിക്കുന്നവരെ അംഗീകരിച്ചാൽ മതി, അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ളതാണ്. പേര് കൊണ്ട് ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞതിനെ കൊണ്ടൊന്നും ആരും മുസ്ലിം ആകൂല. മനസ്സിലാക്കണം, ഇസ്ലാമിൽ അങ്ങനത്തെ ആശയമല്ല, തട്ടിടാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ അല്ല പല ആളുകളും പറഞ്ഞിരുന്നല്ലോ. അതുപോലെ ഞാനിതാ തട്ടം മാറ്റുകയാണ്, എൻ്റെ ചെറുപ്പം മുതൽക്കേ ഞാനൊക്കെ തട്ടട്ടിരുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില അല്പന്മാർ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അവർക്ക് മനസ്സിലാക്കുക, ഇസ്ലാമിൻ്റെ ആശയങ്ങൾ എങ്ങനെയാണോ അത് അംഗീകരിച്ച് നടക്കുന്നവനിക്ക് മുസ്ലിം എന്ന് പറയുള്ളൂ, മുഅ്മിനി എന്ന് പറയുള്ളൂ. അല്ലാത്തവർ പേരിൽ മുസ്ലിം, റേഷൻ കാർഡിൽ പിന്നെ ആധാർ കാർഡിലൊക്കെ പേര് മുസ്ലിം ആയതുകൊണ്ട്, അല്ലെങ്കിൽ വാപ്പാൻ്റെ പേരും ഉമ്മാൻ്റെ പേരും മുസ്ലിം ആയതുകൊണ്ട് അതുകൊണ്ടൊന്നും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആവില്ല എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സൂംബ ഡാൻസ് 90 കാലഘട്ടങ്ങളിൽ കൊളംബിയയിൽ വന്ന ഒരു സമ്പ്രദായമായിരുന്നു, ഒരു ഡാൻസ് ആയിരുന്നു. പിന്നീട് അമേരിക്കയിലേക്ക് വന്നു. ഇന്നിതാ നമ്മുടെ പാഠപദ്ധതികളിൽ പോലും അത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. ഇതിൻ്റെ നൃത്തങ്ങളും ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പഠന രീതികൾ നമ്മുടെ ശാസ്ത്രം പറയുന്നത് ഒരുപാട് നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഹാർട്ട് സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റു ആരോഗ്യങ്ങൾ, ഇതെല്ലാം നിലനിർത്താനും ഇതിനെല്ലാം സഹായിക്കുന്ന ഓരോ തരം സ്റ്റെപ്പുകളാണ് ഈ ഡാൻസിലുള്ളത് എന്നാണ് പറയുന്നത്. അത് നമുക്ക് അല്പം വസ്ത്രം ഇട്ടിട്ട് ഇപ്പം നമ്മൾ യൂട്യൂബിലും മറ്റൊക്കെ അടിച്ചു നോക്കിയാൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. അതിൻ്റെ ഒരു രസത്തിന് വേണ്ടിയിട്ട് പല ഇംഗ്ലീഷുകാരും മറ്റുമൊക്കെ ചെറിയ ഡാൻസ് വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടൊക്കെയാണ്, ആ ഒരു രൂപത്തിലൊക്കെയാണ് അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ പല ആളുകളും ചിത്രീകരിച്ചിട്ടുള്ളത് കാണപ്പെടുന്നത്. എന്നാൽ അത് നമുക്ക് നല്ല നമ്മുടെ വസ്ത്രം ഇട്ടിട്ടും അത് ചെയ്യാം. അല്ല, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു വിഷയത്തെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെ എതിർക്കുകയോ ചെയ്യുകയല്ല. ഇതിൻ്റെ ഒരു വാസ്തവമാണ്. നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും എക്സസൈസുകൾ ചെയ്യാലോ. ശുദ്ധമായ ഇസ്ലാം ഒരിക്കലും അതിനെതിരെ പറയുന്നില്ലല്ലോ. നമുക്ക് താല്പര്യമില്ലാത്തത് ആർക്കും അടിച്ചേൽപ്പിക്കാനുള്ള അവകാശം ഇല്ല. നമുക്കത് കളിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ മകളെ ഞാൻ അതിലേക്ക് വിടുന്നില്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയമുള്ളവരെ, വിടണ്ടെങ്കിൽ വിടണ്ട. എന്തിനാണ് ഈ താലിബാനിസമാണ്, അല്ലെങ്കിൽ അവർ സമൂഹത്തിൽ വിദ്വേഷമുണ്ടാക്കുന്നവരാണ്, സമൂഹത്തിൽ മറ്റു സ്പർദ്ധകൾ വളർത്തുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചാനൽ ചർച്ചയും ചാനലിൽ ഇരുന്ന് കൊണ്ട് തന്നെ പല ആളുകളും സംസാരിക്കുന്നത് എന്തിനാണ്? എന്താ പല ആൾക്കാരും പറയണം, ആ വെള്ളക്കുപ്പായത്തിട്ട് ഇട്ട് നടക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞ് ഈ വെള്ള വസ്ത്രത്തൊക്കെ ഇതൊക്കെ പറയുന്നത് ആരെയെന്ന് മനസ്സിലാക്കാനുള്ള പക്വതൊക്കെ നമുക്കുണ്ടല്ലോ. ഉസ്താദന്മാരെയും ആലിമ്യങ്ങളെയാണ് കുറ്റം പറയുന്നത് നമുക്ക് തിരിയുമല്ലോ. പല ആളുകളും അങ്ങനെ പറയാണ്, അവർക്കൊന്നും ഇന്നും കാടത്തമാണ്, ഇന്നും നേരം വെളുത്തിട്ടില്ല എന്നുള്ള രൂപത്തിലൊക്കെയാണ് എൻ്റെ പ്രിയമുള്ളവരെ അവർ ചെയ്യുന്നത്. ഇത് ജനാധിപത്യ രാജ്യമല്ലേ? നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള റൈറ്റ്സ് ഇവിടെ ഇല്ലേ? അതനുസരിച്ചല്ലേ മനുഷ്യർ ജീവിക്കുന്നത്? പല ആളുകളും പറയുന്നുണ്ടല്ലോ, മുസ്ലിമായ ആളുകൾ അവർ നല്ല രീതിയിൽ നടക്കാൻ പറയുമ്പോൾ എൻ്റെ അവകാശമാണ്, എൻ്റെ വസ്ത്രധാരണ അല്ലെങ്കിൽ എൻ്റെ സംസാരം എൻ്റെത് അത് എൻ്റെ ഇഷ്ടം എന്നൊക്കെ പറയുന്ന പല ആളുകളുണ്ടല്ലോ. അവർക്കും ഇതൊന്ന് മനസ്സിലാക്കൂ.
ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ ഇതിലേക്ക് എൻ്റെ മക്കളെ വിടുന്നില്ല, അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ ഓരോരുത്തർ പറയുന്നുണ്ടെങ്കിലും അത് അവരുടെ അവകാശമാണ്. നിങ്ങൾ പറയുന്നത് പോലത്തെ അവകാശങ്ങൾ അവർക്കുമുണ്ട് എന്നൊന്ന് സ്വയം ചിന്തിക്കുക. പിന്നെ ഓരോ സ്കൂളുകളിലും പാഠ്യപദ്ധതിയിലും മറ്റുമൊക്കെയായിട്ട് ഇത് ഉൾപ്പെടുത്തണമെന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സർക്കാർ ഇന്നും പല സ്കൂളുകളിലും ഗവൺമെന്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് അധ്യാപകരില്ല. മനസ്സിലാക്കണം, അവർ പല സ്ഥാപനങ്ങളിലും അധ്യാപകർ വേണ്ടതുപോലെയില്ല, മറ്റ് സൗകര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അതും കൂടെ നമ്മളൊന്ന് ചെയ്യുക. ബഹുമാനപ്പെട്ട സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്, ആ കാര്യങ്ങളും കൂടെ PSC നിയമനത്തിന് കൊടുക്ക്, എന്നിട്ട് അധ്യാപകരെ നിയമിക്ക്. ഇതിന് അധ്യാപകരെ വേണമെന്നും പറഞ്ഞ് ട്രെയിനർമാരെ വേണമെന്നും പറഞ്ഞ് നമ്മുടെ വിദ്യാഭ്യാസ സർക്കാർ പലതും പറയുന്നുണ്ടല്ലോ. പിന്നീട് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ടുള്ളതാണല്ലോ. ഇതുകൊണ്ട് കുട്ടികൾക്ക് ഒരു അറ്റൻഷൻ ലഭിക്കും, അല്ലാതെ ലഹരി ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ സർക്കാർ നോക്കൂ, ടൂറിസ്റ്റ് ബസ്, കുറച്ച് കുട്ടികൾ സ്കൂളിൽ നിന്ന് യാത്ര പോയപ്പോൾ ആ ബസ് അപകടത്തിൽപ്പെട്ടു, കുറച്ച് കുട്ടികൾ മരണപ്പെട്ടു, പല അപകടങ്ങളുണ്ടായി. അന്ന് മുതൽ നമ്മുടെ സർക്കാർ നിയമം കൊണ്ടുവന്നു, നമ്മുടെ നാട്ടിലൂടെ ഓടുന്ന ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വെള്ള പെയിന്റ് വേണമെന്ന്, അല്ലേ? വെള്ള പെയിന്റ് അടിക്കണമെന്ന് എന്ത് ചെയ്തു? അവർ നിയമിച്ചു. ഇതുകൊണ്ട് അപകടം നിൽക്കുന്നുണ്ടോ? ഇതുകൊണ്ട് എന്തെങ്കിലും അപകടം ഒഴിവാകാതിരിക്കുന്നുണ്ടോ? നമ്മൾ ചെയ്യേണ്ടതാണ് റോഡ് നന്നാക്കണം സർക്കാർ, അതുപോലെ തന്നെ ഡ്രൈവിങ്ങിന്റെ കാര്യത്തിൽ മറ്റു പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്ന സർക്കാർ. അല്ലാതെ വെള്ള പെയിന്റ് അടിച്ചതുകൊണ്ട് എങ്ങനെയാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഇവിടെ അപകടങ്ങൾ ഒഴിവാകുന്നത്? അതുപോലെ തന്നെ നോക്കൂ, ഒരു കുട്ടിയെ കൊല്ലാൻ അവരെന്തോ ഒരു ശത്രുതയുണ്ടായപ്പോൾ പെട്രോൾ ഒഴിച്ചിട്ട് ഒരു വിദ്യാർത്ഥിയെ കൊല ചെയ്യപ്പെടുകയുണ്ടായി. അതൊരു കുപ്പിയിലാണ് പെട്രോൾ പമ്പിൽ നിന്ന് വാങ്ങിയത്. അന്ന് മുതൽ പെട്രോൾ പമ്പിൽ കുപ്പിയിൽ എണ്ണ കൊടുക്കാൻ പാടില്ല, പെട്രോൾ കൊടുക്കാൻ പാടില്ല, ഡീസൽ കൊടുക്കാൻ പാടില്ല. എന്തേ? അന്നൊരു പ്രശ്നം ഉണ്ടായതാണ്. ഇതൊക്കെ എന്താണ്? ഇതുകൊണ്ട് ഇന്നും പല പമ്പുകളിലും പെട്രോൾ അടിക്കുന്ന സ്ഥലത്ത് പോയാലും കുപ്പിയിൽ ചോദിച്ചാൽ കിട്ടില്ല. വലിയ കന്നാസിൽ പോയാൽ കിട്ടും. ആ കന്നാസിൽ വാങ്ങിയിട്ട് പിന്നെ കുപ്പിക്കാക്കിക്കൂടെ ആക്കുന്നവർക്ക്? അതല്ല ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ നിയമങ്ങളും എല്ലാം കർശനമാക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ പറയുന്നു ഇത് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. മനസ്സിലാക്കണം, ഇന്നൊരാളെ ലഹരിയുമായി ബന്ധപ്പെട്ട് പിടിച്ചാൽ നാളെ തന്നെ അതേ ന്യൂസിൽ തന്നെ പറയുന്നത് അവൻ ജാമ്യത്തിൽ ഇറങ്ങിയെന്നാണ്. രാവിലെ പിടിച്ച വൈകുന്നേരം മോൻ ഇറങ്ങി എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. അവനിക്ക് യാതൊരു പ്രശ്നമല്ല. പല ആളുകളും കാണുന്നതുണ്ടല്ലോ, പല പ്രശ്നങ്ങളിൽ ലഹരിയിലും പിടിക്കപ്പെടുമ്പോൾ ആ ലഹരിയിൽ പിടിക്കപ്പെടുന്ന പല ആളുകളും പിന്നീട് കണ്ടിട്ടില്ലേ, അവരിങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ഓർക്കൊരു കൂസല ഒരു നടുവേരലും പൊങ്ങിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം, അല്ലേ? ഇങ്ങനെ പറയുമ്പോൾ അതാ ചെയ്യുന്നത്. ഇന്ന് അവർക്കതൊരു പ്രശ്നമല്ല. ചിരിച്ചിട്ടിരിക്കുക പോലീസിന്റെ വാഹനത്തിൽ അവർ, എന്നിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവർ നടുവേരല് പൊന്തിച്ച് കാണിച്ചു കൊടുക്കുക. മനസ്സിലാക്കണം, ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ സർക്കാരും അതിൻ്റെ നിയമങ്ങളും എന്ന് അവർക്ക് തന്നെ അറിയാം. ഇന്ന് അവരെ പിടിച്ചാൽ നാളെ അവർ ഇറങ്ങി വരുമെന്നറിയാം. ഇന്നും പലതരത്തിൽ ഫ്രോഡ് വിഷയങ്ങൾ ചെയ്യുന്ന ആളുകൾ തന്നെ പറയാൻ ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല, അതൊന്നും വലിയ കേസാകൂല. ഇപ്പൊ കണ്ട ഷഹബാസിന്റെ കൊലപാതകം നടന്നപ്പോഴും ആ വിദ്യാർത്ഥികൾ പറഞ്ഞത് അങ്ങനെയാണ്, കേസില്ല, പ്രശ്നമല്ല, ഒന്നും ഉണ്ടാകൂല. നോക്കൂ നിങ്ങൾ ആ കുട്ടികളുടെ അവസ്ഥ. ഇന്ന് അവർ എവിടെ എത്തി? അവർക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യം കൊടുത്തു, അവർക്ക് റിസൾട്ട് പുറത്തു വന്നു, അവർക്ക് ഇന്ന് +1 അഡ്മിഷൻ കൊടുത്തു, ഇന്ന് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. നഷ്ടപ്പെട്ട ഷഹബാസിന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും സുഹൃത്തുക്കൾക്കും ബന്ധപ്പെട്ടവർക്കും ഷഹബാസ് നഷ്ടമായി എന്ന് മാത്രമാണ് അവിടെ നടന്നത്. വേറെ എന്ത് മെച്ചമാണ് എന്താണ് ഉണ്ടായത്? ഈ കൊലപാതകങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു നിയമത്തിന്റെ വഴിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എൻ്റെ പ്രിയമുള്ളവരെ. അപ്പം നമ്മുടെ സർക്കാർ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ ഇന്ന് പറയപ്പെടുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന പല സർക്കാർ ഓരോ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ കോമാളിത്തരമായിട്ട് മാറുകയാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കോമാളിത്തരമായിട്ട് മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെയും ഇതിൽ പങ്കെടുക്കാത്ത ആളുകളെ അവർ ചെയ്യുന്നത് താലിബാനിസമാണ് എന്നും പറഞ്ഞ് നടക്കേണ്ട ഒരു ആവശ്യമില്ല. പല ആളുകളും അങ്ങനെ പറയുന്നുണ്ടല്ലോ, അവർക്ക് അവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഇല്ലേ, അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളില്ലേ, അത് ഇന്ത്യ രാജ്യം കൊടുക്കുന്നില്ലേ? പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള പല ആളുകളും വന്നിട്ട് ചർച്ചകൾ നടത്തുന്നത്, സംസാരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയാത്തത്. അവർ പലതും ചെയ്യുന്നുണ്ടല്ലോ. ഈ പറയുന്ന ആളുകൾ അവരുടെ വസ്ത്രധാരണയിലും അവരുടെ നിയമത്തിന്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അവർ പലതും ചെയ്യുന്നുണ്ടല്ലോ. അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇന്ത്യയാണ്, ഞങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. എന്നാൽ ഈ നിയമം മതത്തിന്റെ ഉള്ളിൽ ഉള്ള ആളുകൾക്ക് പറയാൻ അതും ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഈ പറയുന്ന ആളുകൾ മനസ്സിലാക്കണം. പിന്നെ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വഷളാക്കിക്കൊണ്ടുവരുന്നത് മാധ്യമങ്ങളാണ്. പല വിഷയങ്ങളും വേണ്ടാത്ത രൂപത്തിലേക്ക് ചർച്ച കൊണ്ടുവന്നിട്ട് മാധ്യമങ്ങളോട് പറയാം, നിങ്ങൾക്കൊരു മാധ്യമ ധർമ്മമുണ്ട്.
സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ പ്രചരിപ്പിക്കേണ്ടത്. വിദ്വേഷങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളോ കുറവുകൾക്കോ അല്ല. നിങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ മറുഭാഗങ്ങളും നല്ല ഭാഗങ്ങളെയാണ് നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത്. നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ സമൂഹം, വരുന്ന തലമുറകൾ നിങ്ങളെ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഈ മാധ്യമങ്ങൾക്ക് വേണം. നിങ്ങൾ മാധ്യമ ധർമ്മം നിങ്ങൾ നടത്തൂ. എൻ്റെ പ്രിയമുള്ളവരെ, അത് വേറെ രൂപങ്ങളിലേക്ക് വലിച്ചൊടിച്ചിട്ട് വലിയ വലിയ ചർച്ചകളാക്കിയിട്ട് മറിയാത്തതിനെ മറിഞ്ഞു എന്നും ഇടിക്കാത്തതിനെ ഇടിച്ചു എന്നും പറയുന്നത് പോലെ സംസാരിച്ച് പല രൂപങ്ങളിലാക്കുന്നത് പോലെ മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത്. പിന്നെ പല ആളുകളും പറഞ്ഞു സമസ്ത പറഞ്ഞു എന്ന്. ഈ വിഷയത്തിൽ തുറന്നു പറയാൻ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, നാസർ ഫൈസി കൂടത്തായി പറഞ്ഞിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള നിലപാടാണ് പറയുന്നത്. സമസ്ത പറയണമെങ്കിൽ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ പാപ്പ എപ്പോഴും പറയാറുണ്ട്, സമസ്ത പറയണമെങ്കിൽ അതിൻ്റെ ആധികാരികമായിട്ട് അവർ പറയുമെന്ന്. അതാണ് സമസ്തയുടെ നിലപാട്. സമസ്ത എന്ന് പറയണ്ട. ബഹുമാനപ്പെട്ട സമസ്ത പറയുന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മുകളിൽ നിന്നുള്ള റിപ്പോർട്ട് വരും. മനസ്സിലാക്കണം. ഇപ്പോൾ സമസ്തയുടെ സംഘടനയിൽപ്പെട്ട ഒരാളാണ്, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, അല്ലാതെ സമസ്തയുടെ തീരുമാനങ്ങളല്ല. സമസ്തയുടെ തീരുമാനമാണെങ്കിൽ ഔദ്യോഗികമായിട്ട് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുപ്പാപ്പയും ആലിക്കുട്ടി ഉസ്താദും അവിടുന്ന് റിപ്പോർട്ട് നൽകും. അവർ നൽകുന്ന റിപ്പോർട്ടുകളാണ് സമസ്തയുടെ നിലപാടുകൾ. അതെന്ന് മനസ്സിലാക്കുക. പല ആളുകളും പറഞ്ഞു ഇനി ജിഫ്രി തങ്ങൾ അവരുടെ നിലപാട് പറയും, അല്ലെങ്കിൽ ആലിക്കുട്ടി ഉസ്താദ് അവരുടെ നിലപാട് പറയും, സമസ്തത്തിന് തീരുമാനം എടുക്കും. സമസ്തക്ക് പറയാനുണ്ടെങ്കിൽ അത് സമസ്ത പറയും. ഇന്ന് മറ്റുള്ള ആരെങ്കിലും പറഞ്ഞു വിചാരിച്ചത് സമസ്ത പറഞ്ഞു എന്നൊന്നും ആരും പറയണ്ട. ഇതൊക്കെ ലഹരിക്കെതിരെയുള്ള ഭാഗങ്ങളാണെങ്കിൽ ബഹുമാനപ്പെട്ട സർക്കാർ ഒന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ജനങ്ങളൊന്ന് ചിന്തിക്കുക. ഇന്ന് ഇവിടെ മദ്യം ഉണ്ടാക്കുന്നത് ആരാണ്? ഈ ഒരു ഭാഗത്ത് ലഹരിയുടെ പ്രബോധനങ്ങൾ നടത്തുക, ലഹരിക്കെതിരെയുള്ള ബോധനങ്ങൾ ക്ലാസ്സുകൾ വെക്കുക, ഡാൻസുകൾ വെക്കുക, പല സംഭവങ്ങൾ, സൈക്കിൾ റാലികൾ വെക്കുക, വർഗീയതക്കെതിരെ ബുള്ളറ്റ് റാലികൾ വെക്കുക. ഇതൊക്കെ നമ്മുടെ സർക്കാരുകൾ പലതും ചെയ്യുന്നുണ്ടെങ്കിലും ഈ മദ്യം നിലവിൽ കൊണ്ടുവന്നത് ആരാണ്? ഇപ്പോഴും ഇതിന് ഓരോ ബാറുകൾ തുറന്നു കൊടുക്കുന്നത് ആരാണ് ഇതിന് ലൈസൻസ് കൊടുക്കുന്നത്? നമ്മുടെ ഭരണകൂടം. എന്നിട്ടും അതിൻ്റെ പണം മുഴുവനും പോകുന്നത് നമ്മുടെ സർക്കാരിലേക്ക് അല്ലേ? ഓരോ ഓണത്തിനും അതിൻ്റെ ഓണങ്ങൾ വരുമ്പോൾ, ക്രിസ്മസ് വരുമ്പോൾ ഇതിലൊക്കെ ഇത്രയ്ക്ക് കോടിയാണ് ലാഭം സർക്കാരിനുണ്ടായത്. ഇതിൻ്റെ റിപ്പോർട്ടുകൾ ഇങ്ങനെ പുറത്തു വരികയാണ്. ഇതൊക്കെ എവിടേക്കാ പോകുന്നത്? സർക്കാരിലേക്കല്ലേ? അപ്പൊ സർക്കാർ തന്നെ അനുകൂലമായിട്ട് ചെയ്തിട്ട് പിന്നീട് ഒരു ഭാഗത്ത് ഇത് നിർത്തണമെന്നും ഇതിന് ബോധനം കൊടുക്കുകയും ചെയ്തിട്ട് എന്ത് കാര്യം? നമ്മൾ ബോധനം കൊടുക്കേണ്ടത് അതിൻ്റെ എല്ലാ വഴികളും അടച്ചിട്ടായിരിക്കണം. എന്നിട്ട് ബോധനം കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന വരികളിലൂടെ അവർ സഞ്ചരിക്കും. മനുഷ്യർ ബ്രെയിൻ ഇതിലേക്ക് അടിമപ്പെട്ടു പോയി, നമ്മുടെ വിദ്യാർത്ഥികളുടെ മൈൻഡ് ഇതിലേക്ക് പോയി. ഇനി നമ്മൾ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള രൂപത്തിൽ ചെയ്യും. ബഹുമാനപ്പെട്ട സർക്കാർ ആദ്യം ചെയ്യേണ്ടത് ഇവിടുന്ന് മദ്യം നിർത്തലാക്കും. ഏറ്റവും കൂടുതൽ അപകട സാധ്യതകൾ ഉണ്ടാകുന്നത് മദ്യത്തിലൂടെയാണ്. മനുഷ്യന് വയലൻ്റായി മാറുന്നത് മദ്യം അടിച്ചിട്ടാണ്. മനസ്സിലാക്കണം. മറ്റുള്ള MDM അതുപോലെ തന്നെ കഞ്ചാവ് ഇതൊക്കെ അടിച്ചാൽ മനുഷ്യനൊരു മൂലക്ക് ഇങ്ങനെ പോയിട്ട് ഇരിക്കുക ചെയ്യുക. പക്ഷേ വയലൻ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അത് മദ്യം ഉപയോഗിക്കുമ്പോഴാണ്. പക്ഷേ ബാറുകളും മറ്റും തുറന്നു കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട സർക്കാർ തന്നെയാണ്. സർക്കാരാണ് ഇതിന് തീരുമാനം എടുക്കേണ്ടത്. വിദ്യാർത്ഥികൾ എവിടെയും വെച്ചിട്ട് ഡാൻസ് കളിപ്പിച്ചതിനെ കൊണ്ട് മാത്രം ഒരിക്കലും തന്നെ ഒരു ലഹരിയെ ഇവിടുന്ന് പിടിച്ചു കെട്ടാനോ ലഹരിയുടെ ആശയങ്ങൾ ഇവിടുന്ന് തുടച്ചു മാറ്റാനോ സാധിക്കില്ല ബഹുമാനപ്പെട്ട സർക്കാർ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. ഇപ്പോൾ ഈ ഒരു ഡാൻസിനെ കുറിച്ച് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ പല സ്കൂളുകളിൽ നിന്ന് നോക്കുന്നെങ്കിൽ ക്രിസ്മസ് വന്നാൽ അതും ഒരു ഫെസ്റ്റിവൽ പോലെയാണ് നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ കോളേജ് തലങ്ങളിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഓണം വന്നു, അതും ഒരു ഫെസ്റ്റിവലാണ്, മക്കൾക്കായിട്ട് അങ്ങനെയാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ പെരുന്നാൾ വന്നു, നമ്മളൊക്കെ ബഹുമാനത്തോടു കൂടെ കാണുന്ന നോമ്പ് തുറ, അതും ഇന്നൊരു ഫെസ്റ്റിവൽ രൂപത്തിലാണ് കലാലയങ്ങളിൽ, കോളേജുകളിൽ, സ്കൂളുകളിൽ ഇന്ന് പല സ്ഥലങ്ങളിൽ നടക്കുന്നത്. എന്നതുപോലെ തന്നെ ഇതിനെ മക്കൾ കാണുള്ളൂ. അല്ലാതെ ഇതുകൊണ്ടൊരു ബോധവൽക്കരണമാണ് എന്ന് പറയാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല. സമൂഹത്തിന് സാധിക്കുന്നില്ല, ഒരാൾക്ക് ചിന്തിക്കുന്ന ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് ബുള്ളറ്റ് റാലിയും സൈക്കിൾ റാലിയും ഡാൻസിൻ്റെയും അപ്പുറം നമ്മൾ ലഹരിക്ക് വേണ്ടത് എല്ലാ കവചങ്ങളും, നമ്മുടെ സമൂഹത്തിന് വേണ്ടി ലഹരി ലഭിക്കുന്ന കവചങ്ങൾ അടക്ക്. ഒരു ഭാഗത്ത് ലഹരിക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ തുറന്നു കൊടുക്കുക, അതുപോലെ തന്നെ ബാറുകൾ തുറന്നു കൊടുക്കുക. മറുഭാഗത്ത് ഇത് പ്രബോധനം ചെയ്യുകയും മറുഭാഗത്ത് ലഹരി വിരുദ്ധ ക്യാമ്പുകളും ക്ലാസ്സുകളും ഡാൻസുകളും പാട്ടുകളും നടത്തുന്നതല്ല. മറുഭാഗത്ത് നിങ്ങൾ തുറന്നു കൊടുത്തു തന്നെയുണ്ട്. അത് പോയിട്ട് നിങ്ങൾക്ക് ആദ്യം അടക്കാൻ കഴിയണം. എന്നാലേ ഇത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലഹരി എന്ന് പറയുന്ന ഈ ഒരു വിപത്തിനെ എടുത്തു കളയാൻ കഴിയുകയുള്ളൂ. അത് കളയാത്ത കാലത്തോളം എന്തു തന്നെ നമ്മൾ ചെയ്തിട്ടും കാര്യമില്ല. ഒന്ന് നോക്കൂ, നിങ്ങൾ പ്രബോധനങ്ങൾ പല ഭാഗത്തും നടക്കുന്നില്ലേ? ലഹരി വിരുദ്ധ ക്യാമ്പുകൾ നടക്കുന്നില്ലേ?
അത് സംബന്ധമായിട്ടുള്ള ഫ്ലെക്സുകളും പോസ്റ്ററുകളും വെച്ചിട്ടുള്ള റാലികളും മറ്റും നടക്കുന്നില്ലേ? എന്നിട്ടും ഇതിനൊരു മാറ്റം വരാത്തത് എന്തുകൊണ്ടാണ്? ഇതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് മുമ്പിൽ ചെയ്തു തരുന്ന ആളുകൾ തന്നെയാണ് ഇതും ചെയ്യുന്നത്. അത് അടയ്ക്കേണ്ടത് അടക്കാത്തത് കൊണ്ടാണ്. അടയ്ക്കേണ്ടത് തുറന്നു വെച്ചിട്ട് പിന്നെ പ്രബോധനം നടത്തിയിട്ട് കാര്യമില്ല. സൗകര്യങ്ങളും സാഹചര്യങ്ങളും അപ്പുറത്തേക്ക് നോക്കിയാൽ തുറന്നിരിക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ സമൂഹം മനസ്സിലാക്കുക. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.